ഹലോ, ദ ലെജൻഡ് എന്ന ചൈനീസ് ഡ്രാമയുടെ ആദ്യ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അതിനു മുൻപേ ഡ്രാമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് പാലസ് ആണ്. മിന്നിൻ്റെ ആളുകളിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്താൻ നോക്കുന്നതിനിടെയായി ഇത് കണ്ടുകൊണ്ട് എങ്ങോട്ട് ഒരു പെൺകുട്ടി വരുന്നു. അവളെ കണ്ടതും കുത്തേറ്റ് നിൽക്കുന്ന ആൾ അയാളുടെ പവേഴ്സ് വെച്ച് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പേരാണ് സിയ. ഇവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ച ചെക്കൻ്റെ അച്ഛനാണ് അവളുടെ അച്ഛനെ കൊല്ലുവാൻ നോക്കുന്നത് അവൾ നേരിൽ കണ്ടത്. അവളെയും അദ്ദേഹം കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാവാം അവളുടെ അച്ഛൻ അവളെ അപ്രത്യക്ഷമാക്കിയത്. ഇതേ സമയം നമ്മൾ കാണുന്നത് എവിൽ ക്ലാൻ ആണ്. സിയോൺ ഇപ്പോഴില്ലാത്തതിനാൽ തന്നെ രാജാവായി അവിടെ നിൽക്കുന്നത് മറ്റാരുമല്ല, ലിൻ തന്നെയാണ്. അവരിപ്പോഴും സിയോണിന് വേണ്ടിയുള്ള തിരച്ചിലിലാണ്. ഒത്തിരി നോക്കിയിട്ടും അവളെ കാണാത്തതിനാൽ തന്നെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇനിയും അന്വേഷിക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നു എന്ന് അവിടെ നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സീക്കെ അവരോട്, എന്ത് തന്നെ ആയാലും അവർ നമ്മുടെ രാജ്ഞിയല്ലായിരുന്നോ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒത്തിരി അന്വേഷിച്ചതല്ലേ, കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഇനി നമ്മൾ അവർക്ക് വേണ്ടി അന്വേഷിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ലെന്ന് മറുപടി പറയുന്നു. ലിന്നാണെങ്കിൽ സിയോണുമൊത്തുള്ള അവൻ്റെ നല്ല നിമിഷങ്ങൾ ഓർത്തുള്ള വിഷമിച്ചുള്ള നൃത്തമാണ്. അവൻ ആകെ ഇവിടെ ഉണ്ടായിരുന്ന കൂട്ട് സിയോൺ മാത്രമല്ലായിരുന്നു. അപ്പുറത്ത് സിയ ആണെങ്കിൽ അവളുടെ അച്ഛനെ കൊല്ലുന്നത് നേരിൽ കണ്ടതല്ലായിരുന്നു. അതിനാൽ തന്നെ ഇനിയും എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒത്തിരി പേർ അവളോട് പോവരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കാതെ നേരെ എത്തിപ്പെടുന്നത് ഒരു മഞ്ഞുള്ള പ്രത്യേക സ്ഥലത്തേക്കാണ്. അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ട സിയ ആണെങ്കിൽ പുറത്തേക്ക് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുമെന്നറിയാതെ നിൽക്കുകയാണ് അവൾ. ലോട്ടസ് ക്ലാൻഡിലാണെങ്കിൽ അവിടെ ഉണ്ടായ കൊലപാതകത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് മാസ്റ്റർ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എൻ്റെ മരുമകളാവാൻ പോകുന്ന കുട്ടിയുടെ പിതാവിനെ ഞാൻ എന്തിനു കൊല്ലണമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് മാസ്റ്റർ പറയുമ്പോൾ, എൻ്റെ രൂപത്തിലുള്ള മറ്റാരോ ആണ് അദ്ദേഹത്തെ കൊന്നതെന്ന് പറയുന്നു. ഇവരിവിടെ സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് ഒരാൾ വന്ന് സിയ ഇപ്പോഴുള്ള സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ഒരു പാട് മാഞ്ഞു പോകുന്നത് മാസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പുറത്ത് സിയ ആണെങ്കിൽ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ചു നടക്കുന്നതിനിടെ എന്തോ തടഞ്ഞവിടെ വീഴുന്നുണ്ട്. ആ ഒരു വീഴ്ചയിൽ അവളുടെ ദേഹത്തു നിന്ന് ബ്ലഡ് വന്ന് തറയിൽ വീഴുന്നതും സിയോണ് പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഓർമ്മയുണ്ട്. അവൾ അവിടെ അങ്ങനെ എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ സിയ അവിടെ ഇരിക്കുന്നത് കണ്ടതിനാൽ തന്നെ നീ ആരാണെന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് പോകുന്നു. അവർ പരസ്പരം പരിചയപ്പെടുമ്പോൾ താൻ ഡെമോൺഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് സിയോൺ പറയുന്നതും, അപ്പോൾ നിങ്ങളല്ലായിരുന്നു മരണപ്പെട്ടത്, ഇത് നിങ്ങളുടെ ആത്മാവ് വല്ലതുമാണോ എന്ന് ചോദിച്ച് പേടിച്ചു നിൽക്കുകയാണ് സിയ. അവൾ ഈ പറയുന്നതെല്ലാം കേട്ട സിയോൺ അവളുടെ തലക്കിട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്. സിയയെയാണ് കുത്തിയതെങ്കിലും സിയോണിന് അതിൻ്റെ വേദന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും താൻ മരിച്ചതല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് സിയോൺ സൈഡിലേക്ക് നോക്കുമ്പോൾ അവരെ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ തന്നെയുണ്ട്. സിയോൺ ഇവിടെ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ സിയ ആണെങ്കിൽ സിയോൺ പ്രേതമാണെന്ന് പറഞ്ഞ് ആകെ പേടിച്ചു നിൽക്കുകയാണ്. നീ എന്നെ നോക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ മുഖമാണല്ലോ കാണുന്നത്, കണ്ണാടിയിൽ നോക്കുമ്പോഴല്ലേ നമ്മളെ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറയുന്നതും, നീ പ്രേതമാണെന്ന് പറഞ്ഞുകൊണ്ട് സിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വഴി അറിയാത്തതിനാൽ തന്നെ അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കി നിൽക്കുന്ന സിയോൺ, നിന്നെ പുറത്തേക്ക് പോകുവാൻ ഞാൻ സഹായിക്കാം, അതിനു മുൻപായി ഇതേതാണ് സ്ഥലമെന്ന് എന്നോട് പറയണമെന്ന് അവൾ പറയുമ്പോൾ, ഔൺമോ, ഇത് ലോട്ടസ് ക്ലാനിൽപ്പെട്ട സ്ഥലമാണെന്ന് സിയ പറയുന്നു. നീ എവിടേക്കാണ് പോകുന്നതെന്ന് സിയോൺ ചോദിക്കുമ്പോൾ, ഞാൻ എവിൽ ക്ലാനിലേക്കാണ് പോകുന്നത്, അവിടെ ചേർന്ന് എനിക്ക് ശക്തിശാലിയായി മാറേണ്ടതുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, അതിനവിടെ പോയേ മതിയാവൂ എന്ന് സിയ പറയുമ്പോൾ, ഞാനും അങ്ങോട്ടേക്കു തന്നെയാണ് പോകുന്നത്, നീ എൻ്റെ കൂടെ പോന്നോളൂ എന്നവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സിയോണിനെ കണ്ടിട്ട് സിയ ആണെന്ന് തെറ്റിദ്ധരിച്ച് ലോട്ടസ് ക്ലാനിലെ ഒരാൾ അവൻ്റെ കൂടെ വരാൻ പറയുമ്പോൾ സിയ അങ്ങോട്ടേക്ക് വന്ന് ഞാൻ എങ്ങും വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. ആ ഒരു പയ്യനാണെങ്കിൽ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ആയതിനാൽ തന്നെ ആകെ കിളിപോയി ഇരിക്കുകയാണ്. ഈ സമയം സിയോൺ അവനെ അടിച്ചിട്ട് സിയയെ കൊണ്ടുപോകുന്നുണ്ട്. ഏവിൽ ക്ലാൻഡിലാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ പുതുതായി ഒരു ക്ലാൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന്
ഇമോൻഷി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന CK അവരെ ഇല്ലാണ്ടാക്കുവാൻ ഞാൻ ഒറ്റൊരാൾ മതി, ഞാൻ അവരെ പോയി ഇല്ലാണ്ടാക്കാം എന്ന് പറയുമ്പോൾ നീ പോയിട്ട് എന്തു ചെയ്യാനാ, നീ ഒരു പെണ്ണല്ലേ, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവളെ പരിഹസിച്ചുകൊണ്ട് ഇമോൻഷി പറയുമ്പോൾ ഇതിനു മുൻപ് നമ്മുടെ രാജ്ഞി എങ്ങനെയായിരുന്നു, അവരും ഒരു സ്ത്രീ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ പരസ്പരം തർക്കിക്കുന്നത് കേട്ട് ലോർഡ് ഓഫ് ഡീമൻ അവരോടൊന്നും മിണ്ടാതിരിക്കുവാൻ പറയുന്നുണ്ട്. ഇവരെവിടെയാണുള്ളതെന്ന് ലിൻ ചോദിക്കുമ്പോൾ അവർ നിൽക്കുന്ന പ്രദേശം ഏതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പോയി അവരെ എല്ലാവരെയും കൊല്ലാമെന്ന് ഇമോൻഷി പറയുമ്പോൾ സീൽ മലയുടെ അടുത്തേക്ക് ആരും തന്നെ പോകരുതെന്ന് ലിൻ അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന മറ്റുള്ളവരെല്ലാം ലിൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന കണക്കിന് അവനെ നോക്കുന്നുണ്ട്. ലിന്നുമായി പുറത്തേക്കിറങ്ങിയ CK എന്തുകൊണ്ടാണ് ആ മലയിലേക്ക് പോകരുതെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മറുപടിയായി പറയാതെ ലിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പാലസിലാണെങ്കിൽ ലിന്നിന്റെ ഭാര്യ അവർക്കെന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു സംശയവുമില്ല, അവൻ തന്നെയാണ് സിയയുടെ പിതാവിനെ കൊന്നതെന്ന് അവരെല്ലാവരും വിശ്വസിച്ചു എന്ന് മറുപടി പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ലോട്ടസ് ക്ലാൻഡിലെ മാസ്റ്ററിനെയാണ്. അവൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് സിയ മൗണ്ട് മൂയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരാൾ കണ്ടെന്ന വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു മലക്കകത്തേക്കായി മാസ്റ്റർ പോയി നോക്കുന്നുണ്ട്. അവൻ അവിടെ ആകെ കാണുന്നത് സിയയുടെ ബ്ലഡ് മാത്രമാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റോറിയിലെ പുതിയൊരു ക്യാരക്ടറാണ്, അതായത് നമ്മുടെ സ്റ്റോറിയിലെ വില്ലൻ എന്നൊക്കെ പറയാം. ഇവനെ നമുക്ക് ഹെങ് എന്ന് വിളിക്കാം. ഇവൻ്റെ ക്ലാൻറ്റിൻ്റെ പേരാണ് സിങ്ഷാൻ. നേരത്തെ ലിന്നോട് ഇമോൻഷി പറഞ്ഞ ആ ഒരു എതിരാളിയാണിവൻ. ഇവന്റെ മുൻപിൽ ആര് തടസ്സമായി നിന്നാലും അവരെ എല്ലാവരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളയുന്നവനാണിവൻ. ഇതേ സമയം സിയോൺ ആണെങ്കിൽ എവിൽ ക്ലാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ആരാണ് എവിൽ ക്ലാൻഡ് ഭരിക്കുന്നതെന്ന് സിയോൺ ചോദിക്കുമ്പോൾ ലിൻ എന്ന് സിയ മറുപടി പറയുന്നത് കേട്ട് എന്നെ ചതിച്ച് അവൻ എൻ്റെ സ്ഥാനത്തേക്കു തന്നെ കയറിയല്ലേ എന്ന് പറഞ്ഞ് മറ്റു വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ രാജ്യത്തു പോയി എനിക്ക് നഷ്ടമായ എൻ്റെ ഭരണം തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോൾ അതിനവർ സമ്മതിച്ചില്ലെങ്കിലോ എന്ന സിയയുടെ ചോദ്യത്തിന് അവൻ എന്നെ ചതിച്ചവനാണ്, അവനെ ഞാൻ കൊന്നുകളയുമെന്ന് സിയോൺ പറയുന്നു. ഇതിലൂടെ ഇവിടെ ഈ ഒരു എപ്പിസോഡ് കഴിയുകയാണ്. അടുത്ത എപ്പിസോഡുകളെല്ലാം കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.